അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എ സിയിലോട്ട് മൂവ് ചെയ്യാണ്. എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എ സി വോൾട്ടേജ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ വോൾട്ടേജ് ചേഞ്ച് ചെയ്തിട്ടിരിക്കും. ഇതിന് പോസിറ്റീവ് സൈക്കിളും ഉണ്ട്, എന്തുണ്ട് നെഗറ്റീവ് സൈക്കിളും ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ടേംസ് ആണ് ആർ എം എസ് വാല്യൂ. വോൾട്ടേജിന്റെ ആർ എം എസ് വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? വോൾട്ടേജ് ആർ എം എസ് വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പീക്ക് വോൾട്ടേജിന് നിങ്ങൾ എത്ര വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? √2. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വാല്യൂ കിട്ടും? ആർ എം എസ് വാല്യൂ കിട്ടും. മീൻ വാല്യൂ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പീക്ക് വോൾട്ടേജിനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 0.637 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതൊക്കെ നിങ്ങളുടെ കാൽക്കുലേഷൻസിൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങളൊരു അമീറ്റർ അതുപോലെ തന്നെ വോൾട്ടിമീറ്റർ ഇതിലെല്ലാം കാണുന്നത് എല്ലാം എന്ത് വാല്യൂസ് ആണ്? ആർ എം എസ് വാല്യൂസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ വോൾട്ടേജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം കറണ്ടിനും ബാധകമാണ്. IRMS എന്ന് പറഞ്ഞാൽ I0/√2 ആണ്. I mean എന്ന് പറഞ്ഞാൽ 0.637 I0 ആണ്. അതെല്ലാം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ചാപ്റ്ററുകളിൽ കൂടുതലും നമ്മൾ പഠിക്കുന്ന സർക്യൂട്ട്സ് ആണ്. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സർക്യൂട്ട്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഇതൊരു റെസിസ്റ്റർ സർക്യൂട്ടാണ്. അപ്പോൾ ഇതുവഴി ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് E=E0sinωt. ഇവിടുത്തെ വോൾട്ടേജ് ആണ് E=E0sinωt. അതിന്റെ ഫലമായിട്ട് ഇതുവഴി ഒഴുകുന്ന കറണ്ട് ആണ് I=I0sinωt. നിങ്ങൾ ഈ സൈഡിന്റെ അകത്തുള്ള ആംഗിൾസ് കണ്ടോ? ω t ഇതുപോലെ സബ്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ആൻസർ അത്ര ഇടും 0. ഇതിനെയാണ് നമ്മൾ ഫേസ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ഡിഫറൻസ് ഇല്ല? ഫേസ് ഡിഫറൻസ് ഇല്ല. ഇനി നമ്മൾ ഈ സർക്യൂട്ട് വലിക്കുന്ന പവർ എത്രയാണെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ പവർ P=VI cos ∅. VI cos ∅ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഇവിടെ മാക്സിമം അല്ല, RMS ആണ് കേട്ടോ. IRMS cos ∅. അപ്പോൾ പവറിന്റെ ഇക്വേഷൻ IRMS cos ∅. ഓക്കെ. ഇനി ഇവിടെ ∅ എത്രയാ? 0. അപ്പോൾ cos 0 1 അല്ലേ? അപ്പം ഈ സർക്യൂട്ട് വലിക്കുന്ന പവർ എന്തായിരിക്കും? മാക്സിമം പവർ ആയിരിക്കും. ഇനി അതിന്റെ ഈ ഡയഗ്രത്തിന്റെ പേരാണ് വെക്ടർ ഡയഗ്രം. നമ്മൾ എപ്പോഴും ഇത് വരയ്ക്കുമ്പോൾ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വരയ്ക്കാം. ഞാൻ എൻ്റെ വരയ്ക്കുമ്പോൾ ഞാനൊരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കറണ്ട് എപ്പോഴും ഞാനിങ്ങനെ ഇനിഷ്യലായിട്ട് വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഫേസ് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരുടെ ഇടയിൽ ആംഗിൾ ഇല്ല. അപ്പോൾ വോൾട്ടേജ് എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ഇടയിൽ ആംഗിൾസ് ഇല്ല. ഇനി ഇതിന്റെ പേരാണ് വേവ് ഫോം എന്ന് പറയും. അപ്പം വോൾട്ടേജിന്റെ വേവ് ഫോം വരച്ചു, കറണ്ടിന്റെ വേവ് ഫോം വരച്ചു. രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് ചെയ്യുന്ന ഒരേ പോയിന്റ് അല്ലേ? കാര്യം ഇവരുടെ ഇടയിൽ എന്തില്ല? ഫേസ് ഡിഫറൻസ് ഇല്ല. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് സർക്യൂട്ടിലോട്ട് പോവാം. എൽ സർക്യൂട്ട്. ഇതാണ് എൽ സർക്യൂട്ട്. സപ്ലൈ വോൾട്ടേജ് സെയിം തന്നെ, E=E0sinωt. പക്ഷേ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് അതിന്റെ ഇക്വേഷൻ ആണ് I=I0sinωt -π/2. നമ്മൾ നേരത്തെ കറണ്ടിന്റെ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ഇതുമായിട്ട് കൺഫ്യൂസ് ചെയ്യല്ലോ. അത് DC കറണ്ട് ആണ്, ഇതെന്താണ്? AC കറണ്ട് ആണ്. അപ്പൊ AC-യിൽ ഇതുവഴി ഒഴുകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ ആണ് I=I0sinωt -π/2. അതായത് ഇവിടെ എത്ര ഡിഗ്രി ലാഗ് ഉണ്ട്? ഒരു 90 ഡിഗ്രി എന്തുണ്ട്? ലാഗ് ഉണ്ട്. ഇനി ഇതാണ് ഇതിന്റെ വെക്ടർ ഡയഗ്രം. ഇവിടെ 90 ഡിഗ്രി ലാഗ് ഉണ്ട് കേട്ടോ. ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രിയാണ്. ആരെ ലാഗ് ചെയ്യുന്ന? കറണ്ട് ലാഗ് ചെയ്യും. ആരുടെ പുറകിൽ ലാഗ് ചെയ്യും? വോൾട്ടേജിന്റെ പുറകിൽ ലാഗ് ചെയ്യും. എത്ര ഡിഗ്രിക്ക് ലാഗ് ചെയ്യും? 90 ഡിഗ്രി. വെക്ടർ ഡയഗ്രം വരയ്ക്കാം. ബേസ് ആയിട്ട് എപ്പോഴും ഞാൻ കറണ്ടിനെ സെറ്റ് ചെയ്യുന്നത് ആരെ ലാഗ് ചെയ്യുന്ന? കറണ്ട് ലാഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വോൾട്ടേജ് ലീഡ് ചെയ്യുന്നല്ലേ? എത്ര ഡിഗ്രി ലീഡ് ചെയ്യണം? 90 ഡിഗ്രി. ഓക്കെ. നെക്സ്റ്റ് ഇത് നമുക്ക് നോക്കാം. വേവ് ഫോം. അപ്പൊ ആദ്യം നിങ്ങൾ വോൾട്ടേജ് വരയ്ക്കുക. ഉണ്ടോ? കറണ്ട് എത്ര ഡിഗ്രി ലാഗ് ചെയ്യുന്നു? 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. അപ്പൊ ഇവിടുന്ന് വരച്ചു തുടങ്ങിയാൽ മതി. ഉണ്ടോ? പവറിന്റെ ഇക്വേഷൻ എന്താ? പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ IRMS cos ∅. ഇവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. cos 90 ആൻസർ എത്രയാണ്? 0. അപ്പൊ മൊത്തത്തിൽ ഒരു എൽ സർക്യൂട്ട് വലിക്കുന്ന പവർ എപ്പോഴും എത്രയാണ്? 0. ഇപ്പൊ ഇൻഡക്ടർ സർക്യൂട്ട് ഒരിക്കലും എന്ത് വലിക്കത്തില്ല? പവർ വലിക്കത്തില്ല. പ്യുവർലി ഇൻഡക്ടീവ് സർക്യൂട്ട് ഡസ് നോട്ട് കൺസ്യൂം എനി പവർ. അതുപോലെ തന്നെ ഒരു ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് L ω. L is സെൽഫ് ഇൻഡക്ടൻസ് ആൻഡ് ഒമേഗ is ആംഗുലർ വെലോസിറ്റി. അല്ലെങ്കിൽ സിംപ്ലിഫൈ ആണെങ്കിൽ L × ω2πf. F ഫ്രീക്വൻസി ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത കപ്പാസിറ്റർ. കപ്പാസിറ്റർ സർക്യൂട്ടിൽ EMF ഇക്വേഷൻ, കറണ്ട് ഇക്വേഷൻ I=I0sinωt +π/2. I=I0sinωt +π/2. അതായത് ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് എത്രയാണ്? π/2. പക്ഷെ കറണ്ട് എന്ത് ചെയ്യുവാണ്? ലീഡ് ചെയ്യുവാണ്. ആരെ ലീഡ് ചെയ്യുവാണ്? വോൾട്ടേജിനെ ലീഡ് ചെയ്യുവാണ്. അപ്പോ നമുക്ക് അതിന്റെ ഡയഗ്രാംസ് വരയ്ക്കാം. കറണ്ടിനെ ബേസ് ആയിട്ട് സെറ്റ് ചെയ്യാം. കറണ്ട് ലീഡ് അല്ലേ ചെയ്യുന്നത്? ലീഡ് ചെയ്യുമ്പോൾ വോൾട്ടേജ് പുറകെ വരണ്ടേ? ഒരാൾ നമ്മളെക്കാൾ ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാൾ നമ്മുടെ മുമ്പിലാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ അയാളുടെ പുറകിലാന്നല്ലേ? അപ്പൊ കറണ്ട് ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പുറകിലാന്ന്. എത്ര ഡിഗ്രി പുറകിലാ? 90 ഡിഗ്രി. അപ്പൊ പവർ P=EI cos 90. ക്ലിയർ? 90 എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട്
കോൺസ്റ്റന്റ് ആൻസർ എത്രയാണ്? 0. പവർ കൺസ്യൂംഡ് എത്രയാണ്? 0. അപ്പൊ ഈ സർക്യൂട്ട് എന്ത് വലിക്കത്തില്ല? പവർ വലിക്കത്തില്ല. പ്യുവർലി ഇൻഡക്റ്റീവ്, പ്യുവർലി കപ്പാസിറ്റി സർക്യൂട്ട് ഡസ് നോട്ട് കൺസ്യൂം എനി പവർ. ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഇത് വോൾട്ടേജ്, കറണ്ട്. അപ്പോ നോക്ക്, ഇതാണ് വോൾട്ടേജിന്റെ വേവ്. അപ്പം കറണ്ട് വോൾട്ടേജ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 90 ഡിഗ്രി മുമ്പ് തന്നെ തുടങ്ങി കഴിഞ്ഞു. അതാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് അതിന്റെ ഉദ്ദേശം. അപ്പം കറണ്ട് ലീഡ്സ് എന്താണ്? വോൾട്ടേജ് ബൈ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. പഠിച്ചത് കപ്പാസിറ്ററിനെ പറ്റിയായിരുന്നു. അപ്പൊ കപ്പാസിറ്ററിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ ആണ് 1/C ഒമേഗ. നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പഠിച്ചില്ലായിരുന്നു, എക്സൽ. അതുപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/C ഒമേഗ. ക്ലിയർ ആണല്ലോ ഐഡിയ? സി കപ്പാസിറ്റൻസ്, ഒമേഗ എന്ന ആംഗുലർ ഫ്രീക്വൻസി. നമ്മൾ അടുത്ത സർക്യൂട്ട്സിലോട്ട് മൂവ് ചെയ്യാണ്. RL സർക്യൂട്ട് സീരീസ് ആണ്. ഇവിടുത്തെ EMF എന്താ? E0 sin ഒമേഗ ടി. നിങ്ങൾ തിയറി പഠിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിന്റെ വെക്ടർ ഡയഗ്രം വരച്ചിട്ട് ടോട്ടൽ വോൾട്ടേജിലോട്ട് പോകാം. ഇതിലൂടെ ഏത് ടേം കോൺസ്റ്റന്റ് ആണ്? കറണ്ട് കോൺസ്റ്റന്റ് ആണ്. കറണ്ട് വരച്ചു. ഇനി VL എങ്ങനെയാ? വോൾട്ടേജ് ലീഡ്സ് കറണ്ട് അല്ലേ? ഇൻഡക്ടറിൽ വോൾട്ടേജ് ലീഡ്സ് കറണ്ട്. അപ്പൊ VL മുകളിലോട്ട് വരച്ചു, VR ഇങ്ങോട്ട് വരച്ചു. അപ്പൊ ഇതിനിടെ സമ്മാണ് ഈ V എന്ന് പറയുന്നത്. ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇക്വേഷൻ എഴുതാം. ടോട്ടൽ വോൾട്ടേജ് V എന്ത് വരും? √VR² + VL². കണ്ടോ? ഇനി VR എന്ന് പറയുന്നത് ആരാ? ഓംസ് ലോ പ്രകാരം IR. ഇൻഡക്ടറിന്റെ വോൾട്ടേജിനെ വിളിച്ചിട്ട് ഓംസ് ലോ പ്രകാരം കറണ്ട് ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാ? XL². അപ്പൊ ഇതിനാ നിങ്ങൾ I കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. V/I. V/I എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ബൈ കറണ്ടാ. ടോട്ടൽ വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ റെസിസ്റ്റൻസ്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇംപെഡൻസ്. അപ്പൊ ഇതിന്റെ ഇംപെഡൻസ് കണ്ടുപിടിച്ചെടുക്കാനുള്ള ഇക്വേഷൻ ആണ് √R² + XL². ഇതേ പാറ്റേൺ ആണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആംഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? tan φ. tan θ is opposite side by adjacent side. ഓപ്പോസിറ്റ് ഇതല്ലേ? അതാരാ? VL. അഡ്ജസന്റ് ആരാ? VR. VL എന്ന് പറഞ്ഞാൽ ആരാ? I × XL. VR എന്ന് പറഞ്ഞാൽ ആരാ? IR. IO ക്യാൻസൽ ആയി പോകത്തില്ലേ? അങ്ങനെ നിങ്ങൾക്ക് φ എന്ത് കിട്ടി? φ എന്ത് വരും? tan 1XL/R. കിട്ടിയല്ലോ. ശരി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതാണ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? ലീഡ് ചെയ്യുന്നുണ്ട്. എത്ര ഡിഗ്രിക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നുണ്ട്. ഇൻഡക്ടർ മാത്രമായിരുന്നെങ്കിൽ എത്ര ഡിഗ്രിയാ? ഇൻഡക്ടർ മാത്രമായിരുന്നെങ്കിൽ വോൾട്ടേജിന്റെയും കറണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരുന്നു? 90 ഡിഗ്രി ആയിരുന്നു. പക്ഷെ ഇവിടെ ഇൻഡക്ടർ മാത്രമല്ലല്ലോ, റെസിസ്റ്ററും കൂടെ ഇല്ലേ? അപ്പം വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യുന്നുണ്ട്. എത്ര ഡിഗ്രിക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? 5 ഡിഗ്രിക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. 90 ഡിഗ്രി അല്ല കേട്ടോ, 5 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ അതുപോലെ എഴുതണം. I = I0 sin ഒമേഗ ടി - 5. ക്ലിയർ ആണല്ലോ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് cos φ ഒക്കെ എടുക്കാം. എല്ലാം ഈ ട്രയാങ്കിളിൽ നിന്നാണ് വരുന്നത്. cos θ is adjacent side by hypotenuse. adjacent side ആരാ? VR. hypotenuse ആരാ? V. അപ്പം VR എന്ന് പറഞ്ഞാൽ ആരാ? IR. V എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ആണ്. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ Z. IO ക്യാൻസൽ ആയി പോകും. അങ്ങനെ R/Z എന്ന് പറഞ്ഞാൽ ആരാ? √XL² + R². ക്ലിയർ ആണല്ലോ ഐഡിയാസ് ഒക്കെ? നെക്സ്റ്റ് സർക്യൂട്ട് കപ്പാസിറ്റി സർക്യൂട്ട്. കപ്പാസിറ്റീവ് അല്ല, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, ഇതുപോലെ തന്നെ. അപ്പൊ ഇവിടുത്തെ EMF ഇക്വേഷൻ എന്താ? E = E0 sin ഒമേഗ ടി. ഇനി സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാ? I. EMF എഴുതി E = E0 sin ഒമേഗ ടി. ഇനി ആദ്യം നിങ്ങൾ എന്ത് വരയ്ക്കണം? കറണ്ട് വരയ്ക്കണം. ഇനി ഇവിടുത്തെ വോൾട്ടേജ് ആണ് VR അല്ലെ? രണ്ടും സെയിം. റെസിസ്റ്റർ കറണ്ടും സെയിം ഇതല്ലേ? അതിന്റെ ഇടയിൽ ഫേസ് ഡിഫറൻസ് ഇല്ലല്ലോ. കപ്പാസിറ്ററിലെ വോൾട്ടേജ് എന്നുള്ള താഴ്ന്നു വരയ്ക്കണം. കാരണം കപ്പാസിറ്ററുകളിൽ ആര് ലീഡ് ചെയ്യുന്ന? കറണ്ട് ലീഡ് ചെയ്യും, വോൾട്ടേജ് ലാഗ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള സമ്മാണ് ഈ V എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ V നമുക്ക് എന്തെടുക്കാൻ പറ്റും? V = എന്താ? VR² + VC². V = VR² + VC². V എന്ന് പറയുന്നത് ആരാ? I × Z. വോൾട്ടേജ് ഇസ് കറണ്ട് ഇൻറ്റു ടോട്ടൽ ഇംപെഡൻസ്. VR എന്ന് പറഞ്ഞാൽ ആരാ? IR². VC എന്ന് പറയുന്നത് ആരാ? I × XC². I പുറത്തെടുത്ത ക്യാൻസൽ ആയി പോകും. അങ്ങനെ ഇസെറ്റിന്റെ വാല്യൂ എന്ത് കിട്ടും? √R² + XC². സിമിലർലി ഈ കേസിലെ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ tan φ എടുക്കാം. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ? ഇത് പാരലോഗ്രാം അല്ല. അപ്പൊ ഇത് തന്നെയായിരിക്കും ഇത്. അപ്പൊ എന്ത് വരും? VC എന്ന് പറഞ്ഞാൽ എന്താ? I × XC. താഴെ അഡ്ജസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ I × R. അപ്പൊ I ഉം കട്ടായി പോയിട്ടാണ് XC/R വരുന്നത്. അപ്പം φ എന്ന് പറഞ്ഞാൽ എന്ത് വരും? tan 1XC/R. കറണ്ട് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? ആരെ ലീഡ് ചെയ്യുന്നത്? കറണ്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ആരെ ലീഡ് ചെയ്യുന്നുണ്ട്?
വോൾട്ടേജിൽ ലീഡ് ചെയ്യുന്നുണ്ട്. എത്ര ഡിഗ്രിക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? 5 ഡിഗ്രി. സോ I = I0 sin omega t + 5. ഇനി മൂന്നങ്ങടുള്ള സർക്യൂട്ടാണ്. ആരൊക്കെയുണ്ട്? R, L, C. ഓക്കെ. അപ്പം ഈ സർക്യൂട്ടില് നമുക്ക് ഡിഫറെന്റ് കേസസ് വരും. ഞാൻ ജനറൽ ആയിട്ടൊന്ന് പറയാം. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? നിങ്ങൾ വെക്ടർ ഡയഗ്രം വരയ്ക്കുവാണെങ്കിൽ ആദ്യം ആരെ വരയ്ക്കുക? നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന പോലെ തന്നെ കറണ്ടിനെ വരയ്ക്കുക. വോൾട്ടേജ് എന്ന് പറയുന്നത് അക്രോസ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടുമായിട്ട് സെയിം ഇതല്ലേ? ഡസ് നോട്ട് മേക്ക് എനി ആംഗിൾ. ഇനി അടുത്ത് വി എൽ എങ്ങോട്ട് വരയ്ക്കാം? മുകളിലോട്ട് വരയ്ക്കാം. VC എങ്ങോട്ട് വരയ്ക്കാം? താഴത്തോട്ട് വരയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 കേസസ് വരാം അതിൻ്റെ അകത്ത്. ചിലപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജിനേക്കാളും കൂടുതൽ വരും. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളാണ്. ഇത് കൂടുതൽ നീളത്തോടെ, ഇതിന് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും, ഇതിന് ലെങ്ത് കുറവായിരിക്കും. അപ്പോൾ ഇത് നീളം കൂടുതലാണ്, നീളം കുറവാണ്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ തിരിച്ചിടുക ഇങ്ങോട്ട്. നമുക്ക് കൂട്ടണ്ടേ? VL VC കൂടെ കൂട്ടണ്ടേ? അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിൽക്കുന്നതൊന്നും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ അങ്ങോട്ട് തിരിക്കാൻ നേരത്തെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ആരാവും? -VC. VL -VC കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? VL - VC. അപ്പോൾ ഇത് വന്നല്ലോ, VL - VC വന്നു. ഇത് VR ആണ്. രണ്ടും കൂടെ കൂട്ടിയാൽ V കിട്ടും. അപ്പോൾ V എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? ഇതേ എന്താണ്? VR² + VL - VC (2). അപ്പൊ ഞാനിവിടെ മൈനസ് നല്ലിട്ട് ഡിഫറൻസ് നട്ടാ. അതെന്താ ഡിഫറൻസ് നടാൻ കാര്യം എന്ന് അറിയോ? എപ്പോഴും ഇങ്ങനെ തന്നെ ഒരു കേസ് വരണമെന്നില്ല. വേണമെങ്കിൽ വേറൊരു കേസ് കൂടെ വരാം. എങ്ങനെ കേസ് വരാം? വേണമെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് കൂടുതലാക്കാം. അപ്പൊ എങ്ങനെ വരയ്ക്കാം? നമുക്ക് കറണ്ട് ബേസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ VR വരയ്ക്കാം. VC കൂടുതൽ ഉണ്ടോ? VL കുറവ്. അപ്പൊ നമ്മൾ ഇതിനെ ആഡ് ചെയ്യാൻ നേരത്തെ തിരിച്ചിടണം. അപ്പം ഇത് തിരിച്ചിങ്ങോട്ട് വരാൻ നടത്തുന്ന ഒരു -VL വരും. ഇതിനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? VC - VL ഉണ്ടോ? പിന്നെ നമ്മൾ സം എടുക്കുക. ഉണ്ടോ? സം എടുക്കാൻ നേരത്തെ കിട്ടും? V = √VR² + ഇവിടെ എഴുതുമ്പോൾ കൂടുതൽ VC ആണ്. അപ്പൊ എന്ത് എഴുതണം? VC - VL (2). ഉണ്ടോ? എന്നിട്ട് ബാക്കി ഇക്വേഷൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക സെയിം പോലെ തന്നെ. എങ്ങനെയാ? V എന്ന് പറഞ്ഞാൽ I × Z, VR എന്ന് പറഞ്ഞാൽ IR, VL എന്ന് പറഞ്ഞാൽ I × XL, VC എന്ന് പറഞ്ഞാൽ എന്താ? I × XC. സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സിംപ്ലിഫൈ എടുക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരും. ഇപ്പം ഇൻഡക്ടർ ആണ് കൂടുതലെങ്കിൽ എന്ത് വരും? XL - XC (2) എന്ന് പറഞ്ഞു വരും. കപ്പാസിറ്റർ ആണ് കൂടുതലെങ്കിൽ എങ്ങനെ വരും? XC - XL (2) എന്ന് പറഞ്ഞു വരും. അത് എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാര്യം ഇവിടെ നെഗറ്റീവ് ആണ്, അതുപോലെ തന്നെ സ്ക്വയറും ആണ്. അപ്പൊ എന്ത് വന്നാലും നിങ്ങൾ തിരിച്ചിട്ടാലും മറിച്ചിട്ടുള്ള ആൻസർ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് ടോട്ടൽ വോൾട്ടേജ് ആണ്, ഇത് കറണ്ട്. അപ്പൊ അതിനിടയിലുള്ള ആംഗിൾ ആണ് ഫൈ. അപ്പോ നമുക്ക് ഫൈ കണ്ടുപിടിച്ചെടുക്കാം. ഏത് ഇക്വേഷനിൽ നിന്ന്? ഈ ഇക്വേഷനിൽ എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? tan φ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ആരാ? ഇതല്ലേ? അതാരാ? VL - VC. അഡ്ജസ്റ്റ് സൈഡ് ആരാ? VR. അപ്പം VL എന്ന് പറയുന്ന നേരത്ത് ആരാ? I × XL. VC എന്ന് പറഞ്ഞാൽ ആരാ? I × XC. VR IR. എല്ലാം ക്യാൻസൽ ആയി. ഇപ്പോൾ അങ്ങനെ tan φ ഇക്വേഷൻ എന്ത് വരും? XL - XC / R. അപ്പൊ ഈ കേസിൽ കറണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? I = I0 sin omega t. ആരാ ലീഡിങ്? ആരാ? വോൾട്ടേജ് അല്ല ലീഡിങ്. അപ്പൊ എന്ത് വരും? -φ. ഇനി കപ്പാസിറ്റർ ആണ് കൂടുതലെങ്കിൽ, ഇവിടുത്തെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ എന്ത് വരും? I = I0 sin omega t + φ എന്ന് പറഞ്ഞു വരും. ഓക്കെ, രണ്ട് കേസസ് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ പഠിക്കേണ്ട വേറൊരു കേസ് ഉണ്ട്. ആ കേസ് ഞാൻ എന്നോട് വരച്ച് കാണിച്ചു തരാം. അതായത് VL ഉം VC ഈക്വൽ ആവുന്ന കേസ്, രണ്ടുപേരും സെയിം ആവുന്ന കേസ്. ഇത് കണ്ടോ? ഇത് ഇൻഡക്ടർ, ഇത് കപ്പാസിറ്റർ, റെസിസ്റ്റൻസ്. അപ്പോൾ വേറൊരു കേസാണ് രണ്ടുപേരും ഈക്വൽ ആവുന്ന കേസ്. അപ്പൊ രണ്ടുപേരും ഈക്വൽ ആവണമെങ്കിൽ എന്താ പ്രത്യേകത? എന്താണെന്ന് അറിയാം? ഇത് 0 ആയിപ്പോ. ഉണ്ടോ? 0 ആയിപ്പോ. അതായത് VL = VC. അതിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. അപ്പൊ എന്ത് സംഭവിക്കും? ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? I × Z അല്ലേ? = √IR (2) എന്ന് പറഞ്ഞു വരും. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായി മാറും? R ആയി മാറും. അതായത് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് ഏറ്റവും എന്തിലോട്ട് പോകും? മിനിമത്തിലോട്ട് പോകും. സർക്യൂട്ട് റെസിസ്റ്റൻസ് ഏറ്റവും മിനിമം ആണെങ്കിൽ കറണ്ട് എന്തിലോട്ട് പോകും? ഏറ്റവും മാക്സിമം. വേണം നമുക്ക് ഗ്രാഫ് വെച്ചൊക്കെ റെപ്രസെന്റ് ചെയ്യാം. കേട്ടോ, ഗ്രാഫ് വെച്ച് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ പോകും? ഇതെങ്ങനെ പോകും? കണ്ടോ? ഒരു പ്രത്യേകതരം ഫ്രീക്വൻസിയാണ്. ഒരു ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ആണ്. കണ്ടോ? നിങ്ങൾ ഈ XL ഒക്കെ കണ്ടോ? XL എന്ന് പറഞ്ഞാൽ L ഒമേഗ 2πf. XC എന്ന് പറഞ്ഞാൽ 1/c ഒമേഗ, വീണ്ടും ഒമേഗ എന്താ? 2πf. അപ്പൊ അതെല്ലാം ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഒരു പ്രത്യേകതരം ഫ്രീക്വൻസിയിൽ സർക്യൂട്ടിൽ ഇംപെഡൻസ് മിനിമം ആവും, കറണ്ട് എന്തും ആവും? മാക്സിമം ആവും. ഈ ഫ്രീക്വൻസി നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണന്റ് ഫ്രീക്വൻസി. റെസൊണന്റ് ഫ്രീക്വൻസി is given by the equation 1/2π √LC.
ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള റെസൊണന്റ് ഫ്രീക്വൻസി എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നെക്സ്റ്റ് തിയറി ട്രാൻസ്ഫോമർ ആണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ഇത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇതിന്റെ കോർ ഭാഗമാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന ഭാഗം പ്രൈമറി സൈഡ്, സപ്ലൈ എടുക്കുന്ന ഭാഗം സെക്കൻഡറി സൈഡ്. പ്രൈമറി വോൾട്ടേജ് വി പി, സപ്ലൈ കൊടുത്ത വോൾട്ടേജ് ആണ് വി പി, ഇതുവഴി കൊടുക്കുന്ന കറണ്ട് ഐ പി, ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എൻ പി. അപ്പോൾ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യാൻ നേരത്തെ ഇവിടെ എന്ത് പറ്റും, ഫ്ലക്സ് ഇപ്പുറത്തുനിന്ന് സെക്കൻഡറി സൈഡിൽ ലിങ്ക് ആവും. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും, അതിന്റെ ഫലമായിട്ട് ഇവിടെ വോൾട്ടേജ് ഉണ്ട് വി എസ്, കറണ്ട് ഉണ്ട് ഐ എസ്, ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എൻ എസ്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമറിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിന് വോൾട്ടേജിനെ കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും. സെക്കൻഡറിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, പ്രൈമറിയിലെ ടേൺസ് കുറവാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സെക്കൻഡറിലെ ടേൺസ് കുറവും പ്രൈമറി ടേൺസ് കൂടുതലാണെങ്കിൽ അത് എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിന് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പവർ. ട്രാൻസ്ഫോമറിൽ ഇൻപുട്ട് പവർ തന്നെയാണ് എന്ത്, ഔട്ട്പുട്ട് പവർ. ട്രാൻസ്ഫോമർ ഒരിക്കലും പവറിനെ കൂട്ടാൻ പറ്റത്തില്ല, ഫ്രീക്വൻസിയും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ പവർ എന്ന് പറഞ്ഞാൽ എന്താ, വി ആർ എം എസ് ഐ ആർ എം എസ് കോസ് ഫൈ അല്ലേ. അപ്പൊ ഇൻപുട്ട് സൈഡ് ആകുമ്പോൾ വി പി ഐ പി കോസ് ഫൈ, ഔട്ട്പുട്ട് സൈഡ് ആകുമ്പോഴോ വി എസ് ഐ എസ് കോസ് ഫൈ. കോസ് ഫൈ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, വി എസ് ബൈ വി പി സിക്കൽ ടു ഐ പി ബൈ ഐ എസ്. കണ്ടോ, വോൾട്ടേജിന്റെ ടേൺസുമായിട്ട് കണക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ എന്ത് വരും, എൻ എസ് ബൈ എൻ ബി. ഇതെല്ലാം ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ പേരാണ് ടേൺസ് റേഷ്യോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. സോ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ഇരിക്കുന്നത് എന്തിലാണ്, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100. ട്രാൻസ്ഫോമർ ഞാൻ പറഞ്ഞല്ലോ ഒരു പവർ ഹാൻഡ്ലിംഗ് ഡിവൈസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ക്ലാരിറ്റി ഒന്നുകൂടെ തരാം. ട്രാൻസ്ഫോമറിൽ നോർമലി നമ്മളൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ് എടുക്കുന്നതെങ്കിലാണ് എന്ത്, ഇൻപുട്ട് പവർ ഇസിക്കലിന്റെ എന്ത് വരുന്നത്, ഔട്ട്പുട്ട് പവർ വരുന്നത് കേട്ടോ. പക്ഷെ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറില്ല. എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൽ ലോസ് വരും. അപ്പം ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്ന നേരത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, കുറേയൊക്കെ എന്തായി പോകും, ലോസ് ആയി പോകും. അപ്പൊ കൊടുക്കുന്ന ഇൻപുട്ട് അതേപടി എന്ത് കിട്ടാറില്ല, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടാറില്ല, കുറച്ച് ലോസ് ആയിട്ട് പോകും. അപ്പൊ എനിവേ നമുക്ക് ഇതിന്റെ എഫിഷ്യൻസി നോക്കാം. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് എത്രയാ, വി എസ് ഐ എസ്. ഇൻപുട്ട് എത്രയാ, വി പി ഐ പി. പവറിന്റെ ഇക്വേഷൻ അറിയാലോ, വി ഐ കോസ് ഫൈ അല്ലേ. കോസ് ഫൈ ക്യാൻസൽ ആയി ഇപ്പൊ മുകളിൽ താഴെ. അങ്ങനെ എഫിഷ്യൻസി ഇക്വേഷൻ എന്തോന്നു, വി എസ് ഐ എസ് ഡിവൈഡ് ബൈ വി പി ഐ പി ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിനകത്തുള്ള തിയറിയിൽ ഡിസ്കസ് ചെയ്യാനുള്ള. ട്രാൻസ്ഫോമർ പവർ കൂട്ടാനുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല, പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ്. ട്രാൻസ്ഫോമർ ഇസ് ബേസിക്കലി എ പവർ ട്രാൻസ്ഫറിംഗ് ഡിവൈസ്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. നോക്ക്, ഇതൊരു എൽ സി ആർ സർക്യൂട്ട് ആണ്. അപ്പൊ ഇത് വോൾട്ടേജ് 200 വോൾട്ട് 50 ഹെർട്സ്. ഇവിടെ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ ഒക്കെ ഉണ്ട്. വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യാം. ഇത് 2017 ചോദിച്ച ചോദ്യമാണ് കേട്ടോ, നീറ്റ് 2017. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഈ വോൾട്ട്മീറ്ററിലെയും അമ്മീറ്ററിലെയും റീഡിങ് പറയാനാണ് ചോദ്യം. നിങ്ങൾ നോക്കിക്കേ, ഇൻഡക്ടറിലെ വോൾട്ടേജും കപ്പാസിറ്ററിലെ വോൾട്ടേജ് സെയിം അല്ലേ. ഞാൻ നിങ്ങളോട് തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞല്ലേ, when VL is equal to VC we can say that the circuit is at resonance. റെസൊണൻസിലാണെങ്കിൽ സർക്യൂട്ടിന്റെ ടോട്ടൽ ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ എന്തായി മാറും, R ആയി മാറും. ഇതെല്ലാം നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്താ. അപ്പൊ നമുക്ക് ഓംസിൽ അപ്ലൈ ചെയ്യാം. V is equal to എന്താ, I into Z ആണ്. പക്ഷെ ഇവിടുത്തെ Z ആരാ, R. വോൾട്ടേജ് എത്രയാ, 200 വോൾട്ട് ടോട്ടൽ വോൾട്ടേജ്. ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. റെസൊണൻസിലാണെങ്കിൽ എപ്പോഴും ഓർക്കുക, സപ്ലൈ വോൾട്ടേജ് റെസിസ്റ്ററിന്റെ അവിടെ വരും. റെസൊണൻസ് കണ്ടീഷനിലാണെങ്കിൽ എപ്പോഴും സപ്ലൈ വോൾട്ടേജ് എവിടെ വരും, റെസിസ്റ്ററിന്റെ അവിടെ വരും. അപ്പോൾ വോൾട്ടേജ് എത്രയാന്ന് കിട്ടിയല്ലോ, ഈ വോൾട്ടേജ് ആയിരിക്കും ഇവിടെ വരുന്നത്. എത്ര വോൾട്ടാ, 200 വോൾട്ട്. ഉണ്ടോ? ഇനി നമുക്ക് ഇതുവഴി ഒഴുകുന്ന കറണ്ട് മാത്രം എടുത്താൽ മതി. കറണ്ടിന് നമ്മൾ V = എന്താ, IR. വോൾട്ടേജ് എത്ര എടുത്താൽ മതി, 200 വോൾട്ട്. ഈ വോൾട്ടേജ് ആണ് ഉള്ളത്. കറണ്ട് നമുക്ക് അറിയത്തില്ല. സർക്യൂട്ടിന്റെ ഇംപെഡൻസ് എന്ന് പറയുന്നത് എത്രയാ, R ആയി മാറി, Z R ആയി മാറി. R എത്രയാ, 100. So I will be equal to എന്ത് വരും, 200 by 100. So answer is 2 ampere. So the correct option is option A. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. Okay, next question. An inductor, അതുപോലെ തന്നെ കപ്പാസിറ്റർ. ഇൻഡക്ടർ 20 മില്ലി ഹെൻറി ആണ് കേട്ടോ. അതുപോലെ തന്നെ കപ്പാസിറ്റർ 100 മൈക്രോ ഫാരഡ്, റെസിസ്റ്റർ 50 ഓം. They are connected across a source EMF V is equal to 10 sin 3140. നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തേക്കണം. V is equal to V0 sin omega t. അതല്ല നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തന്നെ ഒരു കാര്യം ക്ലിയർ ആണ്. ഒമേഗ എത്രയാണ്, 3140. ഇവർ ചോദിച്ചേക്കുന്ന പവർ ലോസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, പവർ ലോസ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒമേഗ എഴുതി വെച്ചു, കണ്ടോ, 3140. പവർ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്, പവർ ഈസ് VRMS IRMS cos phi. അപ്പൊ VRMS എഴുതി, IRMS പകരം VRMS by Z എന്ന് പറഞ്ഞാൽ എഴുതാലോ, ഓംസ് ലോ. I is equal to V by
ടോട്ടൽ റെസിസ്റ്റൻസ്, അതാണ് Z. LCR അല്ല, അതുകൊണ്ടാണ് Z എഴുതുന്നത് കേട്ടോ. പിന്നെ cos phi. cos phi അറിയാൻ അല്ലെങ്കിൽ ഇത് ഏത് സർക്യൂട്ടാന്ന് നോക്കണം. ഏതാ? LCR അല്ലേ? കറണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാണേ. ഇത് VR അല്ലേ, ഇതെന്താ VL, ഇതെന്താ VC. ഇത് സിംപ്ലിഫൈ ആണെങ്കിൽ കിട്ടും VL മൈനസ് VC. ഇത് സിംപ്ലിഫൈ ആണെങ്കിൽ V ഉണ്ടോ. അപ്പൊ ഇതാണ് ഫൈ. അപ്പൊ എന്ത് വരും? cos phi. cos theta is adjacent side by hypotenuse. adjacent side ആരാ ഉണ്ടോ? VR. hypotenuse ആരാ? V. V എന്ന് പറഞ്ഞാൽ ആരാ? I into Z. VR എന്ന് പറഞ്ഞാൽ ആരാ? IR by I into Z ആണ്. അപ്പൊ I യും ക്യാൻസൽ ആയി പോകത്തില്ല. അങ്ങനെ എന്ത് കിട്ടും? cos phi is equal to എന്ന് പറഞ്ഞാൽ കിട്ടി R by Z. ഞാൻ നിങ്ങൾക്ക് തിയറി പോർഷനിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ VRMS മൾട്ടിപ്ലൈ എന്ത് കിട്ടും? VRMS സ്ക്വയർ ബൈ Z ഇൻറ്റു R. ഈ Z ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, സ്ക്വയർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, ഇൻറ്റു R എന്ന് പറഞ്ഞ് വന്നു. ഇനി ഇതിനകത്ത് നമുക്ക് ബാക്കി എല്ലാ ടേംസും നമ്മുടെ ഉണ്ട്. Z ഇല്ല. VRMS നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം, അത് ഈസിയാണ്. നമുക്ക് Z കണ്ടുപിടിച്ചെടുക്കണം. എങ്ങനെ Z കണ്ടുപിടിച്ചെടുക്കും? ഇത്തരത്തിലുള്ള സർക്യൂട്ടുകളിൽ Z എങ്ങനെ എടുക്കുന്നത്? റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL ഡിഫറൻസ് XC ദ ഹോൾ സ്ക്വയർ. അപ്പൊ R നമ്മുടെ ഉണ്ട്. XL, വാട്ട് ഈസ് XL? L ഒമേഗ. ഒമേഗ ഉണ്ട്, L ഉണ്ട്. 20 മില്ലി ഹെൻറി ആണ്, 20 × 10⁻³ XC ആരാ? 1/C ഒമേഗ. C 10 × 10⁻⁶ അല്ലെ, മൈക്രോ ഫാരഡ് അല്ലേ, അല്ല 100 മൈക്രോ ഫാരഡ് അല്ലേ. അപ്പൊ എന്തൊരു 100 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ. 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ അല്ലേ, ഇൻറ്റു 10⁻⁶. അപ്പൊ 10 എത്ര വരും? -4 വരും. അപ്പൊ അതാണ് ഇവിടെ ഒമേഗ C. ഒമേഗ 314. C എത്ര? 10⁻⁴. അപ്പൊ ഇതെല്ലാം നമ്മൾ സിംപ്ലിഫൈ എടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ് 56 ohms. ഇനി പവർ ലോസ് അല്ലേ വേണ്ടത്. അപ്പൊ പവർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, VRMS by Z the whole square, മൊത്തത്തിൽ സ്ക്വയർ ആണ് കേട്ടോ, ഇൻറ്റു R. VRMS എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ഈ തിയറി ഭാഗത്തിന് ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്താണ് VRMS = എന്താ? V0/√2. V0 എത്രയാണ്? ഇതാണ് V0. V0 sin ωt അല്ലേ. V0 എത്ര? 10/√2 ഇൻറ്റു Z. Z 56 ആണ്, സ്ക്വയർ ഇൻറ്റു 50. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ് എത്ര? 0.79 watts. ഓപ്ഷൻ ഏതാ? C. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കോ, ഒരു LCR സർക്യൂട്ടാണ്. അപ്പൊ LCR സർക്യൂട്ടിലുള്ള പ്രത്യേകത എന്താണെന്ന് അവർ പറയുന്നുണ്ട്. എന്താ പ്രത്യേകത? എന്താ? ഫ്രീക്വൻസി F ആണ്. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 45 ഡിഗ്രി. അതായത് കറണ്ട് വോൾട്ടേജിന്റെ മുന്നിലാണ്. എത്ര ഡിഗ്രി മുന്നിലാണ്? 45 ഡിഗ്രി മുന്നിലാണ്. അപ്പൊ അവർക്ക് വേണ്ടത് സിയുടെ വാല്യൂ വേണം. സിയുടെ വാല്യൂ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതാണ് ഓപ്ഷൻസ് കേട്ടോ. അപ്പൊ നോക്കിയേ, നിങ്ങൾ ഓപ്ഷൻസ് വന്നേക്കുന്നത് 2πf, 2πfl പ്ലസ് R, 1/2πf ഇൻറ്റു 2πfl മൈനസ് L, അങ്ങനെ ഒരു ഫോർമാറ്റിലാണ് വന്നേക്കുന്നത്. നിങ്ങൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് നോക്ക്, നിങ്ങൾ നേരത്തെ വരച്ച പടമില്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞൊരു പടമില്ലേ, ഇത് VR അല്ലേ, രണ്ടുപേരുണ്ടെങ്കിൽ ഇവിടെ സോൾവ് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? VL മൈനസ് VC അല്ലെ, ഇത് VC, ഇത് VL, അതൊക്കെ അറിയാമല്ലോ. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നതാണ് V. ഇതാണ് ഫൈ. അപ്പൊ എങ്ങനെ ടാൻ ഫൈ എടുക്കും? ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ എന്ന് പറയുന്നത് ആരാ? VL മൈനസ് VC ഡിവൈഡ് ബൈ ആരാ? VR. വാട്ട് ഈസ് VL? VL എന്ന് പറയുന്നത് എന്താ? I ഇൻറ്റു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ് ആണ് കേട്ടോ. അതാണ് ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ. അപ്പൊ I ഇൻറ്റു XL, I ഇൻറ്റു XC ബൈ I ഇൻറ്റു R. I ഒക്കെ ക്യാൻസൽ ആയി പോകത്തില്ലേ. അങ്ങനെ ടാൻ ഫൈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. എത്ര? 45 ഡിഗ്രി. 45 ഡിഗ്രി അല്ലേ, അപ്പൊ ഇത് 1 അല്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ 1 എഴുതിയത് കണ്ടോ. XL ആരാ? L ഒമേഗ. XC ആരാ? 1/C ഒമേഗ ഡിവൈഡ് ബൈ R. ഈ R ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ എന്ത് വരും? R ഇപ്പുറത്തോട്ട് വന്നു. R = L ഒമേഗ മൈനസ് 1/C ഒമേഗ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇതിനെ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. ഇനി എന്താ ചെയ്തേ? റെസിപ്രോക്കൽ എടുത്തു രണ്ട് സൈഡിലും. അപ്പൊ ഇപ്പുറത്ത് C ഒമേഗ വന്നു, ഇപ്പുറത്ത് ആര് വന്നു? 1/L ഒമേഗ മൈനസ് R. അപ്പോ C മാത്രം മതി. അപ്പൊ ഒമേഗനെ താഴത്തോട്ട് ഇടുക കണ്ടോ. വാട്ട് ഈസ് ഒമേഗ? 2πf ഇൻറ്റു L ഒമേഗ മൈനസ് R. അപ്പൊ സിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2πf ഇൻറ്റു L ഒമേഗ മൈനസ് R. അപ്പൊ ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉള്ളൂ. അപ്പൊ നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഷുഡ് ബി സെലക്ടഡ് ഫോർ ബെറ്റർ ട്യൂണിംഗ് ഓഫ് LCR സർക്യൂട്ട്സ്? നിങ്ങൾക്ക് അറിയാമല്ലോ, LCR സർക്യൂട്ട് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? ട്യൂണിംഗ് സർക്യൂട്ടായിട്ട് ഉപയോഗിക്കാറുണ്ട്. ട്യൂണിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? റേഡിയോസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഉണ്ടോ. ഇതാണ് LCR സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മളിതിനെ ട്യൂണിംഗ് സർക്യൂട്ടുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചേഞ്ച് ചെയ്യാറുണ്ട്. കപ്പാസിറ്റേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിത്, നിങ്ങൾക്ക് അറിയത്തില്ലേ, നമ്മുടെ റേഡിയോസിൽ നമുക്ക് പല പല സ്റ്റേഷൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഓരോരോ റെസൊണന്റ് ഫ്രീക്വൻസിയാണ്. അപ്പം നമ്മളിതിനെ ട്യൂണിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവർ ചോദിച്ചേക്കുന്നത്
ഇതിൽ ഏത് കോമ്പിനേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് അവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. ഇതാണ് ക്വാളിറ്റി ഫാക്ടറിന്റെ ഫോർമുല. ക്വാളിറ്റി ഫാക്ടർ ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ 1/r into root of L/c. എന്താ ക്വാളിറ്റി ഫാക്ടർ? ക്വാളിറ്റി ഫാക്ടർ ഈസ് യൂസ്ഡ് ടു പ്രീഡിറ്റർമൈൻ ദ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് കർവ്. ഇതാണ് റെസൊണൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ റെസൊണൻസ് കർവിന്റെ ഷാർപ്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി, ഇത് റെസൊണൻസ് ഫ്രീക്വൻസി ആണ് കേട്ടോ. അപ്പം ക്വാളിറ്റി ഫാക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു റെസൊണൻസ് കർവിന്റെ ഷാർപ്നെസ് പ്രീഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ 1/r into root of L/c ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ Q വാല്യൂ ഏറ്റവും കൂടുതൽ ഏത് കോമ്പിനേഷനിലാണെന്ന് നോക്കണം. നിങ്ങൾ എല്ലാത്തിൻ്റെ അകത്തോട്ട് ഈ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കണം. ആദ്യം നിങ്ങൾ ഈ ഓപ്ഷൻ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ അകത്തോട്ട്, അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. രണ്ടാമത് ഈ വാല്യൂ എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. എല്ലാ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഇതിനകത്താണ് വരുന്നത് നോക്കാം. ഏറ്റവും വലിയ വാല്യൂ വരുന്നത് ഓപ്ഷൻ സിയിലാണ്. അപ്പൊ സി ആണ് കറക്റ്റ് കോമ്പിനേഷൻ ഫോർ ബെറ്റർ ട്യൂണിങ്. ഓക്കെ, അപ്പൊ ഈ ഫോർമുലയൊക്കെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. Q is equal to എന്താ 1/r into root of L/c. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്, ക്വാളിറ്റി ഫാക്ടറിന്റെ ഫോർമുല എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. ശരി, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ ആൻ എക്സ്പെരിമെന്റ് 200 volt AC സപ്ലൈഡ്. ഒരു എക്സ്പെരിമെന്റിൽ 200 volt AC അപ്ലൈ ചെയ്തു. ഇനി ദ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് XL 50 ohm, XC 50 ohm, R എത്രയാണ്? 10 ohm. അപ്പൊ അവർ ചോദിച്ചേക്കുന്നത് ഇസഡിന്റെ വാല്യൂ എത്രയാന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഇസഡ് അത് ഈസി അല്ലേ, ഒന്നുമില്ലല്ലോ. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് XL - XC ഹോൾ സ്ക്വയർ പ്ലസ് R സ്ക്വയർ അല്ലേ. XL XC സെയിം അല്ലേ, അപ്പൊ അത് ക്യാൻസൽ ആയി പോകില്ലേ. അപ്പൊ ക്യാൻസൽ ആയി പോയിട്ട് മിച്ചം എന്ത് വരും? R മാത്രമേ വരുള്ളൂ. R എത്രയും 10 സ്ക്വയർ, അതിന്റെ റൂട്ട് എത്രയും 10. അപ്പൊ ഓപ്ഷൻ ഏത് വരും? എ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ്സ് ഓൺ 230 volts ആൻഡ് സപ്ലൈസ് എ കറണ്ട് ഓഫ് 2 ampere. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര വോൾട്ടേജ് വേണം. അപ്പൊ ട്രാൻസ്ഫോമർ ഇതല്ലേ ട്രാൻസ്ഫോമർ. അപ്പൊ ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ സപ്ലൈ വോൾട്ടേജ്. ട്രാൻസ്ഫോമറിന് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്ര? 230 volt. ഔട്ട്പുട്ട് അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ ഔട്ട്പുട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് സപ്ലൈസ് എ കറണ്ട് ഓഫ് എത്ര ആംപിയർ? 2 ampere. ഇത് പ്രൈമറി സൈഡ്, സെക്കൻഡറി സൈഡ്. അപ്പൊ ഇത് സെക്കൻഡറി കറണ്ട് അല്ലേ, ഇത് പ്രൈമറി വോൾട്ടേജ്. ഇനി നമുക്ക് ഇക്വേഷൻസ് ഉണ്ടല്ലോ. IP/IS = എന്താ? NS/NP = VS/VP അല്ലേ. അപ്പൊ IP അറിയില്ല, IS അറിയാം 2 ampere, NS/NP. നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് NP/NS അല്ലേ, അപ്പൊ തിരിച്ചിടുക 25/1. അപ്പൊ IP കണ്ടുപിടിക്കുന്നതിന് ക്രോസ് മൾട്ടിപ്ലൈ 25 × 2 എത്ര ആംപിയർ കിട്ടും? 50 amperes. അപ്പൊ ഓപ്ഷൻ ഏതാ? ബി.